പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വന്യരായ വൈദിക സഹോദരന്മാരെ, പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 6ാം ഞായറാണ്. സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന പരമ്പരയിലെ 37ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വല്ലപ്പോഴും ഓർപ്പിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു സുവിശേഷ പ്രസംഗമല്ല. പ്രസംഗം ഒരുങ്ങുന്നവർക്ക് ഈ സുവിശേഷത്തിൻ്റെ ടെക്സ്റ്റ് മാത്രം ആസ്പദമാക്കി അതിൻ്റെ എക്സജറ്റിക്കൽ നോട്ട്സ് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ കഥകളോ ഉപകഥകളോ വൈകാരികമായ എന്തോ ഒന്നും പ്രകടമാകുന്നില്ല. നമ്മൾ ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതകൾ, അതിൻ്റെ ആശയം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുക. അത് ഞാൻ വല്ലപ്പോഴും ഒന്ന് ഓർപ്പിക്കുക മാത്രം. ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദൈവവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ വിശുദ്ധ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിക്കുവാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ 15:1 മുതൽ 7 വരെ ഉള്ള വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ 1 നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. ലൂക്കായുടെ സുവിശേഷം 15. സ്വർഗപിതാവിൻ്റെ ഹൃദയം യേശു വെളിപ്പെടുത്തുന്ന 3 ഉപമകളാണ്. നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമ, നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ ഉപമ, നഷ്ടപ്പെട്ടു പോയ പുത്രൻ്റെ ഉപമ. നഷ്ടപ്പെട്ട ആട് ഒരു മഠയത്തരമാണ് കാണിച്ചത്. കാരണം കൂട്ടം വിട്ടുപോകുന്ന ആട് ചെന്നായുടെ വായിൽ പെടും എന്നുള്ളത് തീർച്ചയാണ്. നഷ്ടപ്പെട്ടു പോയ നാണയം അതിൻ്റെ ഉടമസ്ഥൻ്റെ അശ്രദ്ധ കൊണ്ടാണ് സംഭവിച്ചത്. എന്നാൽ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ കാര്യത്തിൽ അവൻ്റെ താൻ തോന്നിത്തരം കൊണ്ടാണ്, താൻ ഇഷ്ടമുള്ളത് താൻ ചെയ്യും എന്നുള്ള തോന്നൽ കൊണ്ടാണ് അവൻ നഷ്ടപ്പെട്ടു പോയത്. എന്തായാലും ദൈവം തമ്പുരാൻ ഒരാളുടെ മഠയത്തരം കൊണ്ടോ ശ്രദ്ധക്കുറവ് കൊണ്ടോ താൻ തോന്നിത്തരം കൊണ്ടോ എന്തായാലും അതിൻ്റെ ഉടമസ്ഥൻ അതിനെ അന്വേഷിച്ചു പോകുന്നു. ദൈവത്തിൻ്റെ അന്വേഷിക്കുന്ന സ്നേഹം, ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം, പങ്കുവയ്ക്കുന്ന സ്നേഹം, സ്വയം ശൂന്യമാക്കുന്ന സ്നേഹം എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അന്വേഷിച്ച് പുറകെ പോകുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ഇതാണ്
ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ആടും ഇടയനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ് പഴയ നിയമത്തിലെ പല ഭാഗങ്ങളും. ഉദാഹരണമായി പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ അമ്മാവനായിരുന്ന ലാബാൻ്റെ വീട്ടിൽ ഒരു ഭാര്യയ്ക്ക് വേണ്ടി 7 വർഷം, അടുത്ത ഭാര്യയ്ക്ക് വേണ്ടി 7 വർഷം, കന്നുകാലികൾക്ക് വേണ്ടി 6 വർഷം, അങ്ങനെ 20 വർഷം ഏതാണ്ട് ഒരു അടിമയെപ്പോലെ ഇടയനായി വർത്തിച്ചു എന്ന് നമുക്കറിയാം. മൂശയാകട്ടെ തൻ്റെ അമ്മായിപ്പനായിരുന്ന ജത്രോയുടെ ആടുകളുമായി 40 വർഷമാണ് മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞത്. ദാവീദ് രാജാവായി അഭിഷിക്തനാകുന്നതിന് തൊട്ടു മുമ്പ് അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ പയ്യൻ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുവാണ് എന്നാണ് അപ്പനും അമ്മയും പറഞ്ഞത്. ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ആട്ടിൻ്റെ ചൂര്, അതിൻ്റെ മണം, അതൊന്ന് കളഞ്ഞ് കുളിച്ച് വൃത്തിയായിട്ട് വരാൻ പോലും അനുവദിക്കാതെ അന്നേരം തന്നെ പ്രവാചകൻ അവൻ്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ രാജാവായി അഭിഷേചിച്ചു എന്ന് നമുക്കറിയാം. അങ്ങനെ ഇസ്രായേൽ സമൂഹത്തിലെ വലിയ നേതാക്കന്മാരെല്ലാം ആട്ടിടയന്മാരായി. ആട്ടിടയനും ആടുകളും തമ്മിൽ അഭേദ്യമായ ഒരു വലിയ സ്നേഹബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എസെക്കിയേലിൻ്റെ 34-ാം അധ്യായത്തിൽ കള്ള ഇടയന്മാർ, അവരെക്കുറിച്ച് ശാപവാക്കുകൾ ദൈവം ഉച്ചരിക്കുന്നു. അവരെ കൊണ്ട് ദൈവം മടുത്തു, ഇടയസ്ഥാനത്തു നിന്ന് അവരെ നീക്കും എന്ന് യഹോവയാകുന്ന ദൈവം അരുളി ചെയ്യുന്നു. അവിടുന്ന് പറയുന്നു 34:11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചെതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ തന്നെ ഞാനും എൻ്റെ ആടുകളെ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാനതിനെ പോറ്റും. അതിനാൽ ഇടയസ്ഥാനത്തിൽ പരാജയപ്പെട്ടവരുടെ സ്ഥാനത്ത് ദൈവമായ കർത്താവ് തന്നെ ഇറങ്ങി ഇടയനാവുകയാണ്. പുതിയ നിയമത്തിൽ കുട്ടികൾക്ക് പോലും കാണാപ്പാടം അറിയാവുന്ന ഒരു സംഗതിയാണ് യോഹന്നാൻ്റെ 10-ാം അധ്യായം, ഞാൻ നല്ല ഇടയനാണ് എന്നുള്ള യേശുവിൻ്റെ അവകാശം. ഇവിടെ നാം അതിലേക്ക് സുപരിചിതമായ ഭാഗമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഒന്നാമത്തെ പോയിന്റ്, ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്ക് കേൾക്കുവാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ചുങ്കക്കാരും പാപികളും, അത് അവരെ അങ്ങനെ മുദ്ര കുത്തിയിരിക്കുവാണ്. അന്നത്തെ യഹൂദ സമൂഹം റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി, അവരുടെ ശത്രുക്കൾക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്നത്, അതും ന്യായമായ രീതിയിലല്ല, പലപ്പോഴും അന്യായമായ രീതിയിൽ ചുങ്കം പിരിച്ചിരുന്നവരെ വെറുത്തിരുന്നു, അവരെ പാപികളായിട്ട് മുദ്ര കുത്തിയിരുന്നു. അതുപോലെ ധാർമ്മികമായ അധപ്പതിച്ചിട്ടുള്ളവർ, യഹോവയുടെ നിയമങ്ങൾ പാലിക്കാത്തവർ, ഇവരെയെല്ലാം മുദ്ര കുത്തി അകറ്റി നിർത്തിയിരുന്നു എന്ന് നാം കാണും. എന്നാൽ ഒരു പുതിയ പ്രവാചകൻ വന്നിരിക്കുന്നു, നസ്രത്തിലെ യേശു. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ അടുത്ത് വളരെ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ പെരുമാറുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് യേശുവിൻ്റെ അടുത്ത് വരാൻ സ്വാതന്ത്ര്യം തോന്നിയത്?
മറ്റെല്ലാവരും അവരെ അകറ്റി നിർത്തിയപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് അവർ കൂട്ടം കൂടി വന്നു. ഒന്ന്, യേശു അവരെ വിധിച്ചില്ല എന്നുള്ളതാണ്. ഒരു സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട്, നമ്മൾ ഇംഗ്ലീഷിൽ പറയും റെഡ് ഹാൻഡഡ് ആയിട്ട് ഓൺ ദ സ്പോട്ട് പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അവളെ ഒരു ചന്തസ്ഥലത്ത് കൊണ്ടുവന്ന് ധാരാളം ചെറുപ്പക്കാരും പ്രായമായവരും എല്ലാം കയ്യിൽ വലിയ കല്ലും പിടിച്ചുകൊണ്ട് ഓങ്ങി നിൽക്കുവാണ്, അവളെ കൊല വിളിക്കുവാനായി. എന്നാൽ യേശു അവരോട് ചോദിക്കുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. അതിനുശേഷം യേശു ഭൂമിയിൽ എഴുതിക്കൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ കുറേ നേരം എഴുതിക്കൊണ്ടിരുന്ന ശേഷം യേശു കണ്ണുപൊക്കി സ്ത്രീയുടെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, നിന്നെ ആരും വിധിച്ചില്ലേ? അപ്പോഴേക്കും എല്ലാവരും കല്ല് താഴെയിട്ട് സ്ഥലം വിട്ടിരുന്നു. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പൊയ്ക്കൊള്ളുക, എന്നാൽ നീ പാപം ചെയ്യരുത്. He never condemned sinners. 2, ഈ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായി യഹൂദ മതം നിർദ്ദേശിച്ചിരുന്ന ബലികൾ, വലിയ ത്യാഗങ്ങൾ ഒന്നും തന്നെ യേശു ആവശ്യപ്പെട്ടില്ല. സാക്രിഫൈസസ് ആൻഡ് റിച്വൽസ്, അത് യഹൂദ മതത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. എന്നാൽ ഈ നൂലാമാലകളിലൂടെ ഒന്നും കടക്കാതെ തന്നെ പാപമോചനം ലഭിക്കും എന്നവർക്ക് പ്രത്യാശ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ യേശുവിൻ്റെ അടുത്ത് കൂടിയത്. രണ്ടാമത്തെ പോയിന്റ്, ഫരിസേയരും നിയമജ്ഞരും പിറുപിറുക്കാൻ തുടങ്ങി. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് കൂടുന്നു. അതിനാൽ യേശുവും ഈ പാപികളും ചുങ്കക്കാരും ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഫരിസേയർ പറയുന്നത്, ഇവനും പാപിയായതുകൊണ്ടാണ് അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത്. അവിടെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹ്യൂട്ടോസ് എന്ന് പറഞ്ഞാൽ ദിസ് ഫെലോ, പുച്ഛരസത്തിലാണ് സംസാരിക്കുക. മറ്റു പലരും യേശുവിനെ റബി അല്ലെങ്കിൽ ഗുരു എന്നൊക്കെ വിളിക്കുന്നുവെങ്കിൽ അവർ വളരെ പുച്ഛരസത്തിൽ യേശുവിനെ ദിസ് ഫെലോ, ഈ മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് വിളിക്കുക. അതിൽ നിന്ന് അവരുടെ മനോഭാവം നമുക്ക് മനസ്സിലാകും. ഒരു യഹൂദ സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ബാബിലോണിയൻ തൽമൂദ്. ഈ ബാബിലോണിയൻ തൽമൂദിൽ അവോദ സറ, അതിൻ്റെ 20-ാം അധ്യായം, അതിൻ്റെ ബി, അവിടെ പറയുന്നു, സ്റ്റഡി ഓഫ് തോറ ലീഡ്സ് ടു വാച്ച്ഫുൾനെസ്, വാച്ച്ഫുൾനെസ് ലീഡ്സ് ടു സീൽ, സീൽ ലീഡ്സ് ടു ക്ലെൻലിനെസ്, cleanliness leads to separation, separation leads to purity, purity leads to resurrection. അതുതന്നെയാണ് ചുരുക്കത്തിൽ the path of the upright, നീതിമാന്റെ മാർഗം എന്നുള്ള തലക്കെട്ടിൽ പണ്ട് ജെറുസലേമിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ വേദഭാഗം ഞങ്ങൾക്ക് പഠിക്കാൻ കിട്ടി. സെഹിറൂത്ത് വാച്ച്ഫുൾനെസ്, സെറിസൂത്ത് സീൽ, നെക്യൂത്ത് ക്ലെൻലിനെസ്, പരിശുദ്ധ് സെപ്പറേഷൻ,
തഹറ, പ്യൂരിറ്റി. ഇതിൽ ഈ 5 കാര്യങ്ങൾ നീതിമാന്റെ മാർഗമായിട്ട് പറയുന്നത് പരിശുദ്ധ് എന്ന് പറഞ്ഞാൽ പരഷ് എന്ന വാക്ക് ടു സെപ്പറേറ്റ് എന്നാണ്. അതിൽ നിന്നാണ് ഫാരിസി എന്നുള്ള വാക്കുണ്ടായത്. പാപികളായ സാധാരണക്കാരായ മനുഷ്യരിൽ നിന്ന് സ്വയം മാറി നിൽക്കുന്നവർ, അവരുമായി ഒരു കാരണവശാലും ഇടപെടാതെ നീതിമാന്മാരായി നടിച്ചിരുന്നവരാണ് ഫാരിസീസ്. സെപ്പറേഷൻ ബിക്കംസ് ഐഡിയൽ ഓഫ് ദ ഫാരിസീസ്. അതാണ് അവരുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു ദർശനം. മറ്റുള്ളവരിൽ നിന്ന്, പാപികളിൽ നിന്ന്, നിയമം അറിയാത്തവരിൽ നിന്ന്, നിയമം പാലിക്കാത്തവരിൽ നിന്ന് എത്രയും അകന്ന് ജീവിക്കുക. സങ്കീർത്തനം 1 നമുക്കറിയാം. അത് തുടങ്ങുന്നത് തന്നെ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പോൾ 2ാമത്തെ സങ്കീർത്തനമായി കിടക്കുന്നതാണ് ഒരു കാലത്ത് ആദ്യത്തെ സങ്കീർത്തനമായിരുന്നത്. എന്നാൽ അതിനൊരു എഡിറ്റിംഗ് വന്ന അവസരത്തിൽ ഈ 1ാമത്തെ സങ്കീർത്തനമാലയുടെ മൊത്തം ഒരു ഇൻട്രഡക്ഷൻ, ഒരു ഉൾപ്രവേശികയായിട്ട് അത് വന്നു. അതിൽ ഫാരിസീസിൻ്റെ ഒരു വലിയ സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് സങ്കീർത്തനമാല ആരംഭിക്കുന്നത്. കർത്താവ് പാപികളെ അന്വേഷിച്ച് അങ്ങോട്ട് പോവുകയാണ്. ലൂക്ക 5:32 നാം വായിക്കുന്നു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. അതിനാൽ കർത്താവായ യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡും ഫരിസൈക്ക് ആറ്റിറ്റ്യൂഡും തമ്മിൽ കൊമ്പുകോർക്കലാണ്. നിയമം അറിയാത്തവർ, നിയമം പാലിക്കാത്തവർ, അവർ വിളിച്ചിരുന്നത് ഹീബ്രു ഭാഷയിൽ ഹ ആറെറ്റ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പീപ്പിൾ, ഹ ആറെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓഫ് ദ ലാൻഡ്, ഓഫ് ദ എർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. മണ്ണിൻ്റെ മക്കൾ. നിയമജ്ഞരെ പോലെ നിയമകാര്യങ്ങളിൽ വലിയ പ്രാഗൽഭ്യമോ ഒന്നും അവർക്കില്ല. അവരൊക്കെ പാവപ്പെട്ട കൂലിവേലക്കാരും പണിയെടുത്ത് ജീവിക്കുന്നവരുമാണ്. അവർക്ക് അന്തസ്സും അഭിമാനവും ഒന്നുമില്ല. അങ്ങനെയുള്ള മനുഷ്യരുമായിട്ട് ഇവരൊരിക്കലും ഇടപഴകുകയില്ലായിരുന്നു. അതിനാൽ ഫരിസൈക്ക് ലോയിൽ പറയുന്നുണ്ട്, അവരുമായിട്ട് വിവാഹം കഴിക്കാൻ പാടില്ല, അവരുമായിട്ട് യാതൊരു ഇടപാടുകളും നടത്താൻ പാടില്ല, അവരെ സാക്ഷികളായിട്ട് കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ല, ആ മനുഷ്യരുമായിട്ട് ഒരു രഹസ്യവും പങ്കുവയ്ക്കാൻ പാടില്ല, അവരോടൊത്ത് യാത്ര ചെയ്യാൻ പാടില്ല, അവർക്ക് ആതിഥ്യം അരുളാനോ അതിഥി ആകാനോ പാടില്ല, അവരുമായി ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ കൊടുക്ക വാങ്ങലുകൾ പാടില്ല. ഈ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് യേശുവിൻ്റെ മനോഭാവം നമുക്ക് സുവിശേഷമായിട്ട്, സദ്വാർത്തയായിട്ട് വരുന്നത്. 3ാമത്തെ നമ്മുടെ പോയിന്റ് ആടിനെ നഷ്ടപ്പെട്ട ഇടയൻ്റെ ദുഃഖമാണ്. ഞാൻ വൈദികനായത് 1970 അവസാനമാണ്. ആരംഭകാലങ്ങളിൽ ഞാൻ പ്രസംഗം ഒരുങ്ങാനായിട്ട് ഉപയോഗിച്ചിരുന്നത് വില്യം ബാർക്ലേയുടെ ഒരു വലിയ ഗ്രന്ഥശേഖരമാണ്. അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. കാരണം ആ സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലം അദ്ദേഹം ഭംഗിയായിട്ട് വിവരിക്കുമായിരുന്നു. ഇന്നത്തെ നമ്മുടെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം അദ്ദേഹം വിവരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ പലസ്തീനായിൽ ദീർഘവർഷം ബൈബിൾ പഠിച്ച ആളാണ്.
ഞാൻ ക്ലാസ് റൂമിലിരുന്ന് ബൈബിൾ പഠിക്കുക മാത്രമല്ല ചെയ്തത്, ആട്ടിടയന്മാരോടൊപ്പം സഞ്ചരിച്ച് അവരുടെ ജീവിതശൈലി ഞാൻ മനസ്സിലാക്കുമായിരുന്നു. അങ്ങനെ നേരം സന്ധ്യയാകുന്നതിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, ഇടയൻ ആടുകളെയും കൊണ്ടിറങ്ങിയാൽ ഓരോ ദിവസവും തിരിച്ച് വീട്ടിൽ വരുന്നില്ല. 2-3 മാസമൊക്കെ കറങ്ങി എവിടെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത് അവർ തമ്പടിച്ച് താമസിക്കുക. രാത്രി ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ഇടയൻ ചെയ്യുന്നത് ഒരു 8-10 കുറ്റികൾ നാട്ടും വട്ടത്തിൽ. അതിനുശേഷം കുറച്ച് കയറുകൾ ഈ കുറ്റിക്ക് വരിഞ്ഞു കിട്ടും. സ്വല്പം സ്ഥലം മാത്രം ഒരു വിടവായിട്ടിടും. അവിടെ ഇടയൻ കാല് കവച്ച് നിന്നിട്ട് ഓരോ ആടിനെ പേര് വിളിക്കും. പേര് വിളിച്ച് ഒരാട് മുമ്പോട്ട് വരുമ്പോൾ അതിനെ ഒന്ന് തപ്പിത്തടവി നോക്കും. അതിൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ, പെണ്ണാടാണെങ്കിൽ അത് ഗർഭിണിയാണോ, എന്ന് പ്രസവിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ തപ്പിത്തടവിലൂടെ ഇടയന് മനസ്സിലാകും. അങ്ങനെ ഓരോ ആടുകളെയും വിളിച്ച് അകത്ത് കയറ്റുക. അത് എല്ലാ രാവിലെയും വൈകിട്ടും ഈ റോൾ കോൾ ഉണ്ടായിരുന്നു. 100 ആടുകളെയും പേര് ചൊല്ലി വിളിക്കുവാൻ ഒരിടയന് സാധിക്കുമായിരുന്നു. ഓരോന്നിനും ഒരു പേരുണ്ടായിരുന്നു. അതിനാൽ കൂട്ടം നഷ്ടപ്പെട്ട ആട് പരിഭ്രാന്തിയോടെ നിലവിളിച്ച് കാട്ടിലൂടെ നടക്കുമ്പോൾ എന്താണ് ഇടയൻ ചെയ്യുക? ഈ 99നെയും കൂട്ടിക്കയറ്റിയിട്ട് അവൻ ഈ നഷ്ടപ്പെട്ട ആടിനെ തേടി തിരിച്ചു പോവുകയാണ്. ഇടയൻ ഈ നഷ്ടപ്പെട്ട ആടിൻ്റെ പേര് വിളിച്ച് ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നപ്പോൾ ഈ ഇടയൻ്റെ വിളി കേട്ടപ്പോൾ ആട് അലയ്ക്കാൻ തുടങ്ങി. ഇടയൻ ഉടനടി ഓടിച്ചെന്ന് അതിനെ ചുംബിച്ച് അതിനെ തോളിലേറ്റി സന്തോഷത്തോടെ ഒരു നൃത്തത്തോടെ തിരിച്ചു വരികയാണ്. എന്തുകൊണ്ട് നടത്തിക്കൊണ്ട് വന്നില്ല? കാരണം ഇത് സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടം വിട്ട സംഗതിയാണ്. ഇനിയും അത് കൂട്ടം വിടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ രാത്രിയിൽ അതിഷ്ടം പോലെ നടന്നാൽ അതിൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ഇടയൻ അതിനെ തോളിലേറ്റി തിരികെ കൊണ്ടുവരികയും തൻ്റെ കൂട്ടുകാരെ, അയൽക്കാരെ എല്ലാം വിളിച്ചിട്ട് എന്നോടൊത്ത് സന്തോഷിക്കുക, നഷ്ടപ്പെട്ടു പോയ എൻ്റെ ആടിനെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെക്കുവാണ്. എന്നോടൊപ്പം സന്തോഷിക്കുക. എന്നോടൊപ്പം സന്തോഷിക്കുക എന്നുള്ളതിന് പകരമായിട്ട് കൺഗ്രാച്ചുലേറ്റ് മീ എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട്. നിങ്ങൾ എന്നെ അഭിനന്ദിക്കുക, കാരണം ഞാൻ ഈ 99നെയും ഈ മരുഭൂമിയിൽ വിട്ടിട്ട് ഈ ഒരെണ്ണത്തിൻ്റെ പുറകെ അന്വേഷിച്ച് നടന്നു. അതിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. 100ൽ 100ഉം ഇപ്പോൾ എൻ്റെ ആലയിൽ ഹാജരാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ കർത്താവ് പറഞ്ഞു, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ട്. എന്താ കൂടുതൽ? അനുതാപം ആവശ്യമില്ലാത്ത നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെയാണ് ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഹൃദയം നാം മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ ഈ സുവിശേഷം വളരെ 5-6 വാക്യങ്ങൾ മാത്രമുള്ള ഈ സുവിശേഷം നമ്മളോട് എന്ത് പറയും? 1, ഗോഡ് ലവ്സ് സിന്നേഴ്സ്. പാപികളെ സ്നേഹിക്കുന്ന ദൈവം. ഗോഡ് സീക്സ് സിന്നേഴ്സ്. നഷ്ടപ്പെട്ടു പോയ പാപികളായിട്ടുള്ളവരെ അന്വേഷിച്ച് പുറകെ പോകുന്ന ദൈവം. ഒരു വേട്ടപ്പട്ടിയെപ്പോലെ മണം പിടിച്ച് പുറകെ ചെന്ന് ഏതെല്ലാം വഴിയിലൂടെ പോയാലും അവിടെ പോയി അതിനെ കണ്ടെത്തി
അതിൻ്റെ കൊങ്ങായ്ക്ക് പിടിച്ച് തിരികെ കൊണ്ടുവരുന്ന വേട്ടപ്പെട്ടിയെപ്പോലെ ആ രീതിയിലാണ് ഫ്രാൻസിസ് തോംസൺ ദ ഡിവൈൻ ഹൗണ്ട് അല്ലെങ്കിൽ ഹൗണ്ട് ഓഫ് ഹെവൻ എന്നുള്ള പദ്യത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഗോഡ് ലീഡ്സ് സിന്നേഴ്സ് ടു റിപ്പൻറ്റൻസ്. അനുതാപത്തിലേക്ക് നയിക്കുന്നത് ദൈവം തന്നെയാണ്. ഗോഡ് ഗിവ്സ് സിന്നേഴ്സ് ന്യൂ ലൈഫ്. പുതുജീവിതം നൽകിയാണ് ദൈവം അവരെ സന്തോഷിപ്പിക്കുക. പാപിയുടെ സന്തോഷത്തിൽ സ്വർഗം സന്തോഷിക്കുന്നു. ഗോഡ് റിജോയ്സസ് ഓവർ ദം. അതിനാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗപിതാവിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്ന ഈ ചെറിയ ഉപമ യേശു പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ ആവശ്യമുള്ള എല്ലാ പാപികൾക്കും സ്വാഗതം എന്ന് യേശു പറയുകയാണ്. ശിക്ഷയെക്കുറിച്ച് ഉള്ള ഭയനിമിത്തം കൽപ്പന പാലിക്കുന്നത് സെർവൈൽ ഒബീഡിയൻസ് ആണ്. അതൊരു വേലക്കാരൻ്റെ മനോഭാവത്തിലാണ്. യജമാനൻ ശിക്ഷിക്കും എന്നുള്ള പേടി കാരണം. എന്നാൽ പിതാവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്നുള്ളത് ഫീലിയൽ ഒബീഡിയൻസ് ആണ്. മക്കൾക്ക് മാത്രമുള്ള ഒരു സ്നേഹവും അടുപ്പവുമാണ്. അത് കാരണമാണ് ഞാൻ എൻ്റെ പാപം മൂലം പിതാവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്നുള്ള ചിന്ത, അനുതാപം വരുന്നത്. അനുതപിച്ച പത്രോസ്ലീഹായും സഭയെ പീഡിപ്പിക്കുകയും എന്നാൽ മാനസാന്തരപ്പെട്ട ശേഷം സഭയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്ത പൗലോസ്ലീഹായും ചുങ്കക്കാരനായിരുന്ന മത്തായി സ്ലീഹായും പാപിനിയായിരുന്ന മഗ്ദലന മറിയവും യേശുവിൻ്റെ വലതുഭാഗത്ത് തൂക്കപ്പെട്ട നല്ല കള്ളനും ഇന്നു വരെ സഭയിൽ ഉള്ള ലക്ഷോപലക്ഷം വിശുദ്ധരുടെ കഥകളും നമ്മളോട് പറയുന്നു. അനുതാപത്തിലൂടെ ദൈവത്തിലേക്ക് തിരിച്ചു നടക്കുക. എനിക്ക് തെറ്റുപറ്റി, ഇപ്പോൾ ഞാൻ അനുതപിക്കുന്നു, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തോട് പറയുമ്പോൾ കർത്താവ് നമ്മളെ സന്തോഷത്തോടെ സ്വീകരിക്കും. നമ്മുടെ അനുതാപത്തിലും തിരിച്ചുവരവിലും സ്വർഗം സന്തോഷിക്കും എന്നുള്ള സദ്വാർത്തയാണ് ഈ സുവിശേഷം നമുക്ക് തരുന്നത്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ.